നമസ്കാരം. തന്റെ ജീവിതകാലം മുഴുവൻ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലി കഴിച്ച ഒരു വീര സ്വാതന്ത്ര്യ സമര സേനാനി അദ്ദേഹത്തെ തുടർച്ചയായി അവഹേളിക്കുന്നു, അപകീർത്തിപ്പെടുത്തുന്നു. എന്തായിരിക്കാം ഇതിനു പുറകിൽ? ഏറ്റവും അവസാനം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഒരു ക്വിസിൽ ഏറ്റവും അധികം കാലം തടവിൽ കടന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്നൊരു ചോദ്യം വന്നു. നമുക്കറിയാം, അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് വീര വിനായക ദാമോദർ സവർക്കർ എന്നാണ്. എന്തുകൊണ്ടാണ് സവർക്കർ ആക്രമിക്കപ്പെടുന്നത്, അപമാനിക്കപ്പെടുന്നത്, അപഹസിക്കപ്പെടുന്നത്, അപകീർത്തിപ്പെടുത്തുന്നവരെ അദ്ദേഹത്തെ മറ്റുള്ളവർ? അതിൽ കൃത്യമായിട്ടൊരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്താണെന്ന് പരിശോധിക്കുകയാണ് ഇവിടെ. എന്തുകൊണ്ടാണ് അദ്ദേഹം അപഹസിക്കപ്പെടുന്നത്, ഇല്ലെങ്കിൽ അപമാനിക്കപ്പെടുന്നത്? അദ്ദേഹം ഹിന്ദുത്വ ദേശീയതയുടെ വക്താവായിരുന്നു. അദ്ദേഹം ചെയ്ത ത്യാഗത്തിന് തുല്യമായി മറ്റൊരു സ്വതന്ത്ര സമര സേനാനിയും ഇല്ല എന്നത് തന്നെയാണ്. അതുമാത്രമല്ല, ബ്രിട്ടീഷുകാരുടെ ഒപ്പം നിന്നുകൊണ്ട്, അവരുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട്, അവർ പറയുന്നത് പോലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളെ നയിച്ചിരുന്ന ചില ആളുകൾ അധികാരത്തിൽ വന്നു. ആ അധികാരത്തിൽ വന്ന ആളുകൾക്ക് ഇത്തരം ത്യാഗങ്ങൾ മായ്ച്ചു കളയണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഉയർന്നു വരുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ഓരോ കാലഘട്ടത്തിലും ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ തുടച്ചു മായ്ക്കുവാൻ ശ്രമിച്ചു. ഗാന്ധിവധത്തെ തുടർന്നുകൊണ്ട് ഗാന്ധിവധത്തിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ മറ്റ് ഹിന്ദു പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അപ്പോൾ നോക്കൂ, അദ്ദേഹം ചെയ്ത ത്യാഗങ്ങൾക്ക് പകരം ഇപ്പോൾ അവർ പറയുകയാണ്, അവർ തുടർച്ചയായി അപമാനിക്കുകയാണ്. നോക്കൂ, ആ ആളുകളുടെ പിൻതലമുറയുടെ കുടുംബക്കാരൻ പോലും അദ്ദേഹം കോടതിയിൽ വെച്ച് മാപ്പ് പറയുകയുണ്ടായി. അവർ പറയുകയാണ്, കാല് നക്കി, ബ്രിട്ടീഷുകാരുടെ കാല് നക്കി. യഥാർത്ഥത്തിൽ ആരാണ് ബ്രിട്ടീഷുകാരുടെ കാല് നക്കിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ രണ്ടുപേരെ നമുക്കെടുക്കാം. ഒന്ന് അധികാരത്തിൽ. നോക്കൂ, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം അധികാരം മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തി ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തെ തന്നെയാണ് എടുക്കേണ്ടത്. മറ്റൊരാളെ എടുക്കേണ്ടത് വീര സവർക്കറെയാണ്. ഇവരെ രണ്ടുപേരെയും എടുക്കാം. എന്തുകൊണ്ടാണ് സവർക്കർ ഇത്ര കാലം കാലാപാനിയിൽ ചക്ക് ഇങ്ങനെ ആട്ടേണ്ടി വന്നത്, എണ്ണ എടുക്കുവാൻ വേണ്ടി ചക്ക ആട്ടേണ്ടി വന്നത്? അതേ സമയത്ത് നെഹ്റുവിന് ലഭിച്ച തടവ് ശിക്ഷ കേവലം 4 വർഷം മാത്രമായിരുന്നു. എല്ലാം കൂടി കൂട്ടി 4 വർഷമായിരുന്നു. ഇതൊന്ന് കാണൂ. ഇത് നെഹ്റുവിനെ പാർപ്പിച്ച തടവ് മുറിയാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ പരിഗണിച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ഈ ചിത്രം കാണുക. ഇത് അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ഈ ചിത്രം, നിങ്ങൾ കണ്ട ഈ ചിത്രം അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്ന തടവറയാണ്. ആ തടവറയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പേരിൽ എഴുതിയിരുന്നു. മകൾക്ക് കത്തയക്കാനാവുമായിരുന്നു. അതുപോലെ തന്നെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞു. എങ്ങനെയായിരുന്നാലും രാജകീയമായിട്ടുള്ളൊരു തടവ് ശിക്ഷയായിരുന്നു. അതായത് അങ്ങനെയുള്ള നിർബന്ധിതമായിട്ടുള്ള ഒരു സുഖചികിത്സയായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത് എന്ന് വേണം പറയാൻ. പിന്നെ ബ്രിട്ടീഷുകാർ പോയി. നമുക്കറിയാം, ബീഹാറിൽ ജംഗിൾ രാജ് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതുപോലെ ഒരു ജംഗിൾ രാജ് ആയിരുന്നല്ലോ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും. ബ്രിട്ടീഷുകാർ ഇവിടെ ജംഗിൾ രാജ് നടത്തിയിരുന്നെങ്കിൽ ബീഹാറിൽ ജംഗിൾ രാജ് നടത്തിയിരുന്നത് ലാലു പ്രസാദ് യാദവാണ്. ലാലു പ്രസാദ് യാദവിന് കാലിത്തീറ്റ കുംഭകോണ കേസിൽ അഴിമതിയിൽപ്പെട്ട് കോടതി ശിക്ഷിച്ചതിനെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള റാബ്രി ദേവിയെ, നിങ്ങൾ ഓർക്കുക, അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള റാബ്രി ദേവിയെ മുഖ്യമന്ത്രിയാക്കി. അതുപോലെ തന്നെ ഇന്ത്യയിൽ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, തങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന, തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, തങ്ങൾക്കൊരു ഭീഷണി അല്ല എന്ന് ബ്രിട്ടീഷുകാർ കരുതുന്ന നെഹ്റുവിനെയാണ് മൗണ്ട് ബാറ്റൺ അടക്കമുള്ള ആളുകൾ ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. അവരുടെ സമ്മർദ്ദം അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, പലപ്പോഴും നെഹ്റുവിന്റെ
ഒരു നെഹ്റുവിന്റെ വെൽവിഷറായിരുന്നു ഗാന്ധിജി. ഗാന്ധിജിയെ സ്വാധീനിച്ചുകൊണ്ട് പതുക്കെ ബ്രിട്ടീഷുകാർ കൃത്യമായ അവരുടെ തന്ത്രം നടപ്പിലാക്കി. ഈ ലാലു പ്രസാദിന്റെ റാബ്രി ദേവി എന്ന പോലെ ബ്രിട്ടീഷുകാരുടെ റാബ്രി ദേവി ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയാകാൻ കോൺഗ്രസിനകത്ത് വോട്ടെടുപ്പ് നടന്നപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഏറ്റവും അധികം വോട്ട് നേടി ഒന്നാമത് എത്തിയത് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ എല്ലാ പ്രവിശ്യകളിലും നടന്ന എല്ലാ പ്രതിനിധികളും അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് സർദാർ വല്ലഭായ് പട്ടേലിന്. പക്ഷെ അവിടെ ഗാന്ധിജി സമ്മർദ്ദം നടപ്പിലാക്കി. അദ്ദേഹം ശാഠ്യം പിടിച്ചു. നോക്കൂ, അനുസരണയോടുകൂടി ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് നിലനിൽക്കെ സർദാർ വല്ലഭായ് പട്ടേൽ കുനിഞ്ഞ ശിരസോടുകൂടി അംഗീകരിച്ചു. പക്ഷെ ആ സർദാർ വല്ലഭായ് പട്ടേൽ മരണപ്പെട്ടപ്പോൾ നെഹ്റു എങ്ങനെയാണ് ആ മൃതദേഹത്തോട് പോലും അവമര്യാദയായി പെരുമാറിയത് എന്നുള്ളത് ചരിത്രമാണ്. അങ്ങനെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ പാദസേവകരായത് നെഹ്റുവിന്റെ പിൻതലമുറയുമാണ്. നിങ്ങൾ കണ്ടല്ലോ നെഹ്റു തടവിൽ കഴിഞ്ഞ ചിത്രങ്ങൾ, ആ തടവറയുടെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് വീര വിനായക ദാമോദർ സവർക്കർ തടവിൽ കഴിഞ്ഞ ആ ചിത്രങ്ങൾ കൂടി ഒന്ന് കാണാം. നോക്കൂ, സവർക്കർ 50 വർഷമാണ് സവർക്കർക്ക് എതിരെ തടവ് ശിക്ഷ വിധിച്ചത്. 50 വർഷം. അതിൽ അദ്ദേഹം 10 വർഷത്തോളം കാലാപാനിയിൽ 1911 മുതൽ 21 വരെ അദ്ദേഹം കാലാപാനി എന്ന് പറയുന്ന നമ്മളെ ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലിൽ കഴിഞ്ഞു. അവിടെ ചക്ക് ആട്ടുകയായിരുന്നു അദ്ദേഹം. അത്ര ക്രൂരമായിട്ടുള്ള, ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ഒരു ക്രിമിനൽസ് ആയിട്ടുള്ള തടവുകാർക്ക് എന്ത് പരിഗണനയാണോ ലഭിച്ചത് അതാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. നിങ്ങൾ ഇത് കാണുക. അദ്ദേഹം കഴിഞ്ഞ തടവ് മുറി എത്രത്തോളം ഇടുങ്ങിയതായിരുന്നു, എങ്ങനെയാണ് അദ്ദേഹത്തിന് സൗകര്യം കിട്ടിയതെന്ന്. ഒരു മൃഗത്തെ പോലെ അവിടെ കഴിയേണ്ടി വന്നു സവർക്കർ 10 വർഷം. അതിനുശേഷം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തടവറകളിൽ 4 വർഷത്തോളം അദ്ദേഹം കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം 13-14 വർഷത്തോളം നോക്കൂ വീട്ടുതടങ്കലിലായിരുന്നു. അങ്ങനെ 27 വർഷത്തെ തടവ് ശിക്ഷ അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ കേവലം 4 വർഷത്തെ തടവ് ശിക്ഷ മാത്രമാണ് ജവഹർലാൽ നെഹ്റുവിന് ലഭിച്ചത് എന്നുള്ളതാണ്. അവിടെ നിന്ന് തന്നെ ആരെയാണ് ഭയപ്പെട്ടിരുന്നത് എന്ന്, ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നോക്കൂ, ഇത് വീര സവർക്കറിന്റെ എൻ്റെ ജയിൽ ജീവിത ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. എന്നെ വളരെ ആകർഷിച്ച, എൻ്റെ ഹൃദയത്തെ ചെറുതായി ഒന്ന് വിഷമിപ്പിച്ച, കുത്തി മുറിവേൽപ്പിച്ച ഒരു പുസ്തകമാണത്. ഓരോ തവണ ഇത് വായിക്കുമ്പോഴും എത്രത്തോളം ത്യാഗം സഹിച്ചു ഈ വ്യക്തി, എത്രത്തോളം അപമാനിതനാകുന്നു ഈ വ്യക്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നോക്കൂ, മറ്റൊരു സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ഇദ്ദേഹത്തെ ഇന്ന് വീര സവർക്കറിനെ എതിർക്കുന്നത്? ഒന്ന് കോൺഗ്രസ്സുകാരാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ലേഡി എഡ്വീന മൗണ്ട് ബാറ്റന്റെ അലക്കുകാരൻ എന്ന് വിശേഷിപ്പിക്കാൻ തക്ക മാത്രം ഒരു പരിഗണനക്ക് അർഹിക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പിൻതലമുറക്കാരായ കോൺഗ്രസ്സുകാരാണ്. രണ്ടാമത് മുഹമ്മദ് അലി ജിന്നയുടെ പിൻതലമുറക്കാരായ മുസ്ലിം ലീഗുകാരാണ്. നോക്കൂ, മുഹമ്മദ് അലി ജിന്നയും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായാണ് അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം ഒരു തവണ പോലും ജയിലിൽ കടന്നിട്ടില്ല. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സർ പദവിയൊക്കെ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ കൊടുത്തു. അങ്ങനെ മുസ്ലിം ലീഗിന്റെ ഇല്ലെങ്കിൽ ആ കക്ഷികളുടെ നേതാക്കന്മാർ എല്ലാം തന്നെ ഈ ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ ഷൂനക്കികളായിരുന്നു. അതുപോലെ തന്നെ CP ജോഷി, നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായിരുന്നു ബ്രിട്ടീഷുകാർ സവർക്കറുടെ മേൽ ചുമത്തിയ കുറ്റം? നോക്കൂ, അത് ഞാൻ വായിക്കാം. ഒന്ന്, ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ വിപ്ലവ പ്രവർത്തനം, ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സായുധ വിപ്ലവം പ്രോത്സാഹിപ്പിക്കുകയും രഹസ്യ വിപ്ലവ സംഘടനയായ അഭിനവ് ഭാരത് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്തതായി ബ്രിട്ടീഷ് സർക്കാർ ആരോപിച്ചു. രണ്ടാമത്, രാജ്യദ്രോഹം, സെഡിഷൻ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രസംഗങ്ങളും എഴുത്തുകളും നടത്തിയെന്നതായിരുന്നു പ്രധാന ആരോപണം. 3, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ഗൂഢാലോചന. 1909 ലണ്ടനിൽ വില്യം ഹഡ്കഴ്സൺ വൈലി വധിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ സവർക്കറുടെ പങ്ക് ആരോപിക്കപ്പെട്ടു. നാസിക് ഗൂഢാലോചന കേസ്, നാസിക് കോൺസ്പിറസി കേസ്, 1909 നാസിക് ജില്ലാ മജിസ്ട്രേറ്റ് AMT ജാക്സൺ കൊല്ലപ്പെട്ട കേസിൽ സവർക്കറെ ഗൂഢാലോചനയിൽ പങ്കാളിയാക്കിയിരിക്കുന്നു. നോക്കൂ, 2 പ്രധാനപ്പെട്ട ചുമതലയിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ
കുറ്റവാളിയാക്കി കുറ്റാരോപിതനാക്കിയിരുന്നു. ഇതാണ് സവർക്കറുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം. ഇനി അദ്ദേഹത്തിന് നോക്കൂ, അതിന് നമുക്ക് സവർക്കർ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ച ശിക്ഷ എന്താണെന്ന് നമുക്ക് 50 വർഷത്തോളം ശിക്ഷ ലഭിച്ചു. നേരെ മറിച്ച് ജവഹർലാൽ നെഹ്റുവിനെതിരെ എന്തായിരുന്നു കുറ്റാരോപണം എന്നും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നെഹ്റുവിനെതിരെ നിങ്ങൾ ഒന്ന് നോക്കണം. നെഹ്റുവിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ 1930 ഉപ്പ് സത്യാഗ്രഹ കാലത്ത് ബ്രിട്ടീഷ് സാൾട്ട് ലോ ലംഘിച്ചതിനും നികുതി നൽകാതിരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചതിനും. നോക്കൂ, ഈ തീയതി നിങ്ങൾ നോക്കണം. 1930. 1909 സവർക്കർക്കെതിരെ കുറ്റാരോപണം വന്നു. 1909 ഏതാണ്ട് ബ്രിട്ടീഷുകാർ വിട്ടു പോകാനായിട്ടുണ്ട്. ഏതാണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടും എന്നുള്ളത് ഏകദേശം മനസ്സിലായി തുടങ്ങിയ ഒരു സമയമാണ് 1930. ഉപ്പ് സത്യാഗ്രഹ കാലത്ത് ബ്രിട്ടീഷ് സാൾട്ട് ലോ ലംഘിച്ചതിന് നികുതി നൽകാതിരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചതിന് രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തപ്പെട്ടു. എന്നിട്ട് അത് മാത്രമല്ല, നെഹ്റുവിനെ വിചാരണ ചെയ്ത് വിടേണ്ടിയിരുന്നു. പക്ഷെ മനഃപൂർവ്വം ലംഘിച്ചതായി അദ്ദേഹം അങ്ങോട്ട് സമ്മതിച്ച 6 മാസം തടവ് ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പിന്നീട് അദ്ദേഹം പിന്നീട് വരുന്ന 1940-41 കാലഘട്ടത്തിലാണ് അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ജനങ്ങളിൽ ഡിസഫെക്ഷൻ, വിരോധമുണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗങ്ങൾ നടത്തിയെന്നതാണ് കുറ്റം. അദ്ദേഹത്തിന് 4 വർഷത്തെ കഠിന തടവ്, 40-41 വിചാരിക്കും. കൃത്യമായിട്ട് ബ്രിട്ടീഷുകാർ ഒരു മനുഷ്യനെ ഇന്ത്യ വിട്ടുപോകുമ്പോൾ അവർക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു മനുഷ്യനെ സ്വതന്ത്ര സമര സേനാനി എന്ന രീതിയിൽ വളർത്തി കൊണ്ടുവരികയായിരുന്നു. 1930 മുതൽ ഒരു 10-17 വർഷം കൊണ്ട് ആ 4 വർഷത്തെ കഠിന തടവ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് 40-41 കാലഘട്ടത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് തടവ് ലഭിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നുള്ള ക്വിറ്റ് ഇന്ത്യ സമരം, ആ പ്രമേയം പാസാക്കിയത് പിന്നാലെ അദ്ദേഹത്തെയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഈ 3 അറസ്റ്റ് ചെയ്തു. ഈ 3 കുറ്റാരോപണങ്ങളാണ് ഉണ്ടായത്. നോക്കൂ, സവർക്കറിന് മേലുണ്ടായ കുറ്റങ്ങളും കുറ്റാരോപണങ്ങളും ഇദ്ദേഹത്തിന് മുകളിലുണ്ടായി എത്ര വ്യത്യാസമുണ്ട്. കൃത്യമായിട്ട് നോക്കൂ, നമ്മുടെ നാടുകളിലൊക്കെ കാണാം, ക്ഷേത്രങ്ങളിലോ മറ്റ് ക്ലബ്ബുകളിലൊക്കെ പായസ വിതരണം ഉണ്ടാകുന്ന സമയത്ത് പായസത്തിന് വിറക് കൊണ്ടുവരാൻ, വെള്ളം കൊണ്ടുവരാൻ, അരി കൊണ്ടുവരാൻ, മറ്റ് സാധനങ്ങൾ കൊണ്ടുവരാൻ, മധുരം കൊണ്ടുവരാൻ, ഇതിനൊക്കെ ആളുകൾ കഷ്ടപ്പെടും. അവസാനം കഷ്ടപ്പെട്ട് കരിയും പുകയും കൊണ്ട് ഇവർ ഇത് തയ്യാറാക്കി നിൽക്കുമ്പോൾ വിളമ്പുന്ന സമയത്ത് വെളുത്ത കുപ്പായമിട്ട് ചില ആളുകൾ ഇത് തങ്ങളാണ് ചെയ്തത് എന്ന രീതിയിൽ നിൽക്കാറുണ്ട്. അത്തരം ഒരു കാര്യം മാത്രമാണ് ഇവിടെ നെഹ്റു ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കണം. സ്വാതന്ത്ര്യം ലഭിക്കും എന്നുള്ള അവസാന കാലഘട്ടത്തിൽ മാത്രമാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. 17 വർഷം മുമ്പ് മാത്രമാണ് അദ്ദേഹം വരുന്നത്. അതിനുശേഷം ചോദിച്ചു വാങ്ങിയ ചില ചെറിയ ചെറിയ ശിക്ഷകൾ, അതും സുഖസൗകര്യത്തോടു കൂടിയുള്ള ശിക്ഷകൾ. പക്ഷെ എന്നിട്ടും ബ്രിട്ടീഷുകാരുടെ കാലുനൊക്കിയായിട്ട് സവർക്കറിനെ അവതരിപ്പിക്കുമ്പോൾ വീരവിപ്ലവകാരിയായിട്ട് ഇതുപോലെയുള്ള ഒരു മനുഷ്യനെ, അതും ലേഡി എഡ്വിന മൗണ്ട് ബാറ്റന്റെ ഒരു ഇഷ്ടക്കാരൻ എന്ന് സന്തോഷത്തോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ മനുഷ്യൻ, നോക്കൂ, ലേഡി എഡ്വിന മൗണ്ട് ബാറ്റനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മൗണ്ട് ബാറ്റൻ നെഹ്റുവിനെ സ്വാധീനിച്ചുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ എത്ര പിന്നോട്ടടിച്ചിരുന്നു എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. നിങ്ങൾ ഇന്ന് നോക്കൂ, വിക്കിപീഡിയയിലും ചാറ്റ്ജിപിടിയിലും അടക്കം വരുന്ന വിവരങ്ങൾ പോലും പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടാണ് ആ രീതിയിൽ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിനെല്ലാം വലിയൊരു സംഘം പ്രവർത്തിക്കുന്നു. ആ സംഘത്തിനെ മറികടന്നുകൊണ്ട് സത്യം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഓരോ ഭാരതീയനും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ വിടകൊള്ളുന്നു. നന്ദി, നമസ്കാരം.